Hi, welcome back to my Facebook page, Free English Hub, and the YouTube channel, IELTS Malayalam with Shalini. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ IELTSനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ തന്നു. അവിടെ ഞാൻ പറഞ്ഞു IELTSന്റെ മോഡ്യൂൾസ് along with ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ ഇന്ന് മുതൽ ഞാൻ അതിനോടൊപ്പം ഇംഗ്ലീഷിന്റെ ഗ്രാമർ ബേസ് മുതൽ IELTSന് വേണ്ട ഗ്രാമർ മുഴുവനും ലെസൺ 1, 2, 3 അങ്ങനെ ഗ്രാമറിന്റെ ലെസൺ അതിനോടൊപ്പം ഇടാം. എല്ലാവരും അത് അത്യാവശ്യം വേണ്ടവരത് ബേസ് മുതലേ കാണണം. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് താഴെ നിന്നാണ് കണ്ടിന്യൂസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസ് മുതൽ പഠിച്ചു വെക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നതും. ഇടയ്ക്കുന്ന് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാകില്ല. ഇപ്പൊ ഞാൻ ടെൻസിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പുറകോട്ട് പിന്നെയും വന്ന് പറഞ്ഞു തരണം. അതുകൊണ്ട് ബേസ് മുതൽ സിമ്പിൾ ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഗ്രാമർ ആണല്ലോ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഗ്രാമർ എന്ന് മനസ്സിലാക്കാം. വാട്ട് ഈസ് ഗ്രാമർ? ഗ്രാമർ ഈസ് ദ ബേസിക് ലോജിക് ഓഫ് എനി ലാംഗ്വേജ്. ഏതൊരു ഭാഷയുടെയും അടിസ്ഥാനമായിട്ടുള്ള അതിന്റെ ലോജിക്, അതിന്റെ തത്വമാണ് ഇതെന്ന് പറയുന്നത് ഗ്രാമർ. അതായത് ദ സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ്. ഒരു ഭാഷയുടെ അതിന്റെ സ്ട്രക്ചർ, അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ സിസ്റ്റം. ഗ്രാമർ ഈസ് എ സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ്. അതിനകത്ത് എന്താവുന്നു? ഇറ്റ് ഇൻക്ലൂഡ്സ് റൂൾസ് ഫോർ ഹൗ വേർഡ്സ് ആർ യൂസ്ഡ്, അറേഞ്ച്ഡ് ആൻഡ് ചേഞ്ച് ടു ഫോം കറക്റ്റ് സെന്റൻസസ്. നല്ല വൃത്തിയായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസസ് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അറിയാനുള്ളതാണ് ഏത് ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരുപാട് റൂൾസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെ പറയണം, എങ്ങനെ എഴുതണം, അങ്ങനെ എല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് അതിനകത്ത് പഠിക്കാം. ഓക്കെ, ഇനി ഒരു ഭാഷയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്താണ്? ആൽഫബറ്റ്സ്. ആൽഫബറ്റ്സ്, അക്ഷരമാല are the set of letters used in a language. ഇംഗ്ലീഷിലെ 26 letters ഉണ്ട്, A to Z. അതെല്ലാവർക്കും അറിയാം. ഓക്കെ, ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഇനി വേർഡ് എന്താണ്? വേർഡ്, ആൽഫബറ്റ്സ് അത് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വേർഡ്, വാക്ക്. എ വേർഡ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഹാസ് മീനിങ്. അർത്ഥം ഉണ്ടാകുന്ന വാക്കുകളുടെ ആ ലാംഗ്വേജിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിനാണ് എന്ത് പറയുന്നത്? വേർഡ്. അത് കമ്പൈൻ ടു ഫോം ആണ് എന്തുണ്ടാകുന്നത്? സെന്റൻസസ് ഉണ്ടാകുന്നത്. അപ്പം എ വേർഡ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഹാസ് മീനിങ്. അതിന് എന്തുണ്ടാകും? മീനിങ്, ഒരു അർത്ഥം ഉണ്ടാകും. ഈ വാക്കുകൾ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വേർഡ്സ് ആർ കമ്പൈൻ ടു ഫോം സെന്റൻസസ്. അപ്പം ആൽഫബറ്റ്, വേർഡ്. നെക്സ്റ്റ് എന്താണ് സെന്റൻസ് എന്ന് നമുക്ക് പഠിക്കാം. വാട്ട്സ് എ സെന്റൻസ്? ഞാൻ പറഞ്ഞു വാക്കുകളുടെ കൂട്ടമാണ് സെന്റൻസ്. പക്ഷെ വാക്കുകൾ കൂട്ടി എഴുതിയാൽ ഒരു സെന്റൻസ് ആവോ? ഇപ്പൊ രാജു മാർക്കറ്റ് ഗോസ് എന്നൊക്കെ പറഞ്ഞാൽ അത് സെന്റൻസ് ആകില്ല. എങ്ങനെ പറയണം? രാജു ഗോസ് ടു മാർക്കറ്റ്. അപ്പൊ സെന്റൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗിവ്സ് കംപ്ലീറ്റ് മീനിങ്. അതായത് ആ വാചകത്തിന് എന്തുണ്ടായിരിക്കണം? പൂർണ്ണമായ ഒരു മീനിങ് ഉണ്ടായിരിക്കണം. എ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗിവ്സ് എ കംപ്ലീറ്റ് മീനിങ് ഓർ സെൻസ്. പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്കുകളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? സെന്റൻസ്. എപ്പോഴും സെന്റൻസ് എപ്പോഴും സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഒരു വാചകം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യും, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ഏത് ടൈപ്പ് സെന്റൻസ് ആണോ അതിനനുസരിച്ച് അതിന്റെ ലാസ്റ്റ് അവസാനിക്കും. ഓക്കെ, അപ്പൊ ആൽഫബറ്റ്, വേർഡ്, സെന്റൻസ്. ഇംഗ്ലീഷില് അക്കോർഡിംഗ് ടു ദ ഫങ്ഷൻ ഓഫ് ദ സെന്റൻസ് there are 4 types of sentences. 4 തരത്തിലുള്ള സെന്റൻസസ് ഉണ്ട് ഇംഗ്ലീഷിൽ. അതിന്റെ ഫങ്ഷൻ അനുസരിച്ച് സെന്റൻസിനെ എന്തായിട്ട് മാറ്റിയിരിക്കുന്നു? 4 തരത്തിൽ മാറ്റിയിരിക്കുന്നു. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് എന്ത്? ഡിക്ലറേറ്റീവ് സെന്റൻസ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് മേക്സ് എ സ്റ്റേറ്റ്മെന്റ്. ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഷീ ഈസ് എ ഡോക്ടർ, ഐ ആം എ ടീച്ചർ, he is a student. അങ്ങനെ ഒരു പ്രസ്താവന കാണിക്കുന്നതാണ് എന്ത്? മേക്സ് എ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് പറയുന്നത്? ഡിക്ലറേറ്റീവ് സെന്റൻസ്. എല്ലാ സെന്റൻസും പോസിറ്റീവിലും പറയാം, നെഗറ്റീവിലും പറയാം. അപ്പൊ ഡിക്ലറേറ്റീവ് സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും എന്തിൽ അവസാനിക്കും? ഫുൾ സ്റ്റോപ്പിൽ. ദെൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ആസ്ക് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ആ ടൈപ്പ് സെന്റൻസിനാണ് എന്ത് പറയുന്നത്? ഇന്ററോഗേറ്റീവ് സെന്റൻസ്.
വാട്ട്സ് യുവർ നെയിം, ആർ യു കമ്മിങ് വിത്ത് മീ, ആർ യു കമ്മിങ് ഇൻ, ഇതൊക്കെയാണ് എന്ത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്തിൽ അവസാനിക്കും? ക്വസ്റ്റ്യൻ മാർക്കിൽ. The next one, imperative sentence gives a command or request. ഒരു കമാൻഡ് ഓർ റിക്വസ്റ്റോ ഒക്കെ സൂചിപ്പിക്കുന്ന വാചകത്തിനാണ് എന്ത് പറയുന്നത്? ഇംപെറേറ്റീവ് സെന്റൻസ്. പ്ലീസ് സിറ്റ് ഡൗൺ, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ, അങ്ങനെ എന്തെങ്കിലും കമാൻഡ് ആയിട്ടോ റിക്വസ്റ്റ് ആയിട്ടോ ചോദിക്കുന്ന അങ്ങനെ വരുന്ന വാചകങ്ങളാണ് എന്ത് പറയുന്നത്? ഇംപെറേറ്റീവ് സെന്റൻസ്. Then last one, exclamatory sentence shows strong feeling. What a beautiful view, what a beautiful girl you are എന്ന് പറഞ്ഞ് ലാസ്റ്റ് എന്തിടും? എക്സ്ക്ലമേഷൻ മാർക്ക് ഇടും. അതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്, ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന സെന്റൻസസ്. അപ്പൊ 4 ടൈപ്സ് സെന്റൻസ് ഉണ്ട്. ഡിക്ലറേറ്റീവ് സെന്റൻസ് മേക്സ് എ സ്റ്റേറ്റ്മെന്റ്, interrogative sentence asks a question, imperative sentence gives a command or request, exclamatory sentence shows strong feeling. Okay, ഇനി നമുക്ക് ഇപ്പൊ വാചകം എന്താ, ആൽഫബറ്റ്, വേർഡ്, സെന്റൻസ്, 4 ടൈപ്പ് സെന്റൻസ് എന്താ നമ്മൾ പഠിച്ചു. ഇനി വാചകത്തിന് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പഠിക്കണം. ഇപ്പൊ നമ്മൾ കുട്ടികളോട് ഒരു സെന്റൻസിന്റെ പാർട്സ് ഏതാന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും സബ്ജക്റ്റ്, വെർബ്. ശരിയാണ്, സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ സെന്റൻസ് ആകും. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എല്ലാ സെന്റൻസിനും എവരി സെന്റൻസ് ഹാസ് 2 പാർട്സ്. എല്ലാ സെന്റൻസിനും 2 പാർട്സ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ആഖ്യാതം മലയാളത്തില് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. അതെന്താന്ന് നമുക്ക് മനസ്സിലാക്കാം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ് മലയാളത്തിലെ? കർത്താവ്. ദ പേഴ്സൺ ഓർ തിങ് വി ടോക്ക് അബൌട്ട്. സിംപ്ലി വി ക്യാൻ സേ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ആര്? സബ്ജക്റ്റ്. ദെൻ പ്രെഡിക്കേറ്റ്, വാട്ട് വി സേ അബൌട്ട് ദ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നോ അതാണ് ഏത് പാർട്ട്? പ്രെഡിക്കേറ്റ് പാർട്ട്. അപ്പൊ സെന്റൻസിന്റെ 2 ഭാഗങ്ങളാണ് ഏതൊക്കെ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ദ പേഴ്സൺ ഓർ തിങ് വി ടോക്ക് അബൌട്ട്. ഇനി പ്രെഡിക്കേറ്റ് ആണെങ്കിലോ വാട്ട് വി സേ അബൌട്ട് ദ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏത്? പ്രെഡിക്കേറ്റ്. അത് ഇത്തിരിയോടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. അപ്പൊ പ്രെഡിക്കേറ്റ് പാർട്ടിൽ എന്തുണ്ടായിരിക്കണം? മസ്റ്റ് കണ്ടെയ്ൻ വേർബ്. പ്രെഡിക്കേറ്റ് പാർട്ടിൽ എന്തുണ്ടായിരിക്കണം? ക്രിയ ഉണ്ടായിരിക്കണം. ഇപ്പൊ കുട്ടി ഉറങ്ങുന്നു, ചൈൽഡ് സ്ലീപ്സ്. അവിടെ ചൈൽഡ് എന്നുള്ള സബ്ജക്റ്റ്, സ്ലീപ്സ് എന്നുള്ളത് പ്രെഡിക്കേറ്റ്. അവിടെ ഓബ്ജക്റ്റ് ഇല്ല, കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ, കർമ്മമില്ല. ഇപ്പൊ പ്രെഡിക്കേറ്റ് പാർട്ടില് എന്തുണ്ടായിരിക്കണം? വെർബ് ഉണ്ടായിരിക്കണം, ഓബ്ജക്റ്റ് വേണം എന്നില്ല. ഇപ്പൊ ബേർഡ്സ് ഫ്ലൈ, അവിടെ ഓബ്ജക്റ്റ് ഇല്ല. അതേസമയത്ത് രാജു ഈറ്റ്സ് എ മാംഗോ, അവിടെ രാജു സബ്ജക്റ്റ്, ഈറ്റ്സ് വെർബ്, മാംഗോ എന്ന് പറയുന്നത് എന്താണ്? ഓബ്ജക്റ്റ്. ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആരാണ്? ഓബ്ജക്റ്റ്. അപ്പൊ ഓബ്ജക്റ്റ് എന്ന് പറയുന്ന കർമ്മം, ആരെ അല്ലേ എന്തിനെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഏത്? ഓബ്ജക്റ്റ്. രാജു എന്ത് തിന്നു? മാങ്ങ തിന്നു. അതേസമയത്ത് കുട്ടി എന്തുറങ്ങി, ആരെ ഉറങ്ങി നമുക്ക് ചോദിക്കാൻ പറ്റില്ല, അവിടെ എന്തില്ല? ഓബ്ജക്റ്റ് ഇല്ല. അപ്പൊ ഓബ്ജക്റ്റ് വേണമെന്നില്ല പ്രെഡിക്കേറ്റ് പാർട്ടിൽ. എന്തുണ്ടെങ്കിൽ ഒരു സെന്റൻസ് ആകും? സിംപ്ലി സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ സെന്റൻസ് ആകും. ഞാൻ പോകുന്നു, ഐ ഗോ. അവൾ പാടുന്നു, ഷീ സിങ്സ്. അവിടെ എന്ത് വേണമെന്നില്ല? പ്രെഡിക്കേറ്റ് പാർട്ടില് ഓബ്ജക്റ്റ് വേണമെന്നില്ല. May or may not contain an object. Strictly there should be a verb. Must contain a verb. ഈ വേർഡ് ഓർഡർ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിനും 2 തരത്തിലാണ് വേർഡ് ഓർഡർ. അതായത് ഇംഗ്ലീഷിന്റെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് S + V + O, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. മലയാളത്തിന്റെ വേർഡ് ഓർഡർ സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, വെർബ്. രാമൻ രാവണനെ കൊന്നു. രാമൻ സബ്ജക്റ്റ്, രാവണൻ ഓബ്ജക്റ്റ്, കൊന്നു വെർബ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് എങ്ങനെ പറയും? രാമ കിൽഡ് രാവണ. നേരെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ വേർഡ് ഓർഡർ വരുന്നത്. ഓക്കെ, ഇതിനെ സിൻടാക്സ് എന്ന് പറയും. അപ്പൊ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷിലെ സെന്റൻസിന്റെ വേർഡ് ഓർഡർ. ഓക്കെ, ഇപ്പൊ രാജു ഈറ്റ്സ് മാംഗോസ്. രാജു സബ്ജക്റ്റ്, ഈറ്റ്സ് വെർബ്, ഓബ്ജക്റ്റ്
മാംഗോസ്. മലയാളത്തിലാണെങ്കിൽ രാജു മാങ്ങ തിന്നുന്നു. അപ്പൊ രാജു കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ആണ് അവിടെ വരുന്നത്, പിന്നെയാണ് തിന്നുന്നു എന്ന് പറയുന്ന മലയാളത്തിൽ. ഓക്കെ. അപ്പൊ ആൽഫബറ്റ്, വേർഡ്, സെന്റൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസ്, സെന്റൻസിന്റെ സ്ട്രക്ചർ, ഇത്രയും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ഗ്രാമർ ആയിട്ട് പഠിച്ചു തുടങ്ങാം. അതായത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസില് ഒരു വാക്ക് ആ സെന്റൻസിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഇംഗ്ലീഷുകാര് അതിനെ 8 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് എത്ര എണ്ണം ഉണ്ട്? 8 കാറ്റഗറീസ്. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദ കാറ്റഗറീസ് ദാറ്റ് വേർഡ്സ് ബിലോങ് ടു ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഫങ്ഷൻ ഇൻ എ സെന്റൻസ്. ഒരു വാക്ക് ഒരു വാചകത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി വാക്കുകളെ ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദ കാറ്റഗറീസ് that words belong to depending on their function in a sentence. 8 categories ഉണ്ട്. First one, noun, നാമം, name of a person, place, thing or idea. Second one, pronoun, സർവനാമം, a word used instead of a noun. Third one, verb, shows action or state of being. Okay. Fourth one, adjective, നാമവിശേഷണം, describes a noun or pronoun. Next, preposition, shows relation between noun and pronoun and another word in a sentence. Conjunction, ഘടകം, connects words or sentences. Interjection, വ്യാക്ഷേപകം, expresses sudden feeling or emotion. Noun, pronoun, adjective, verb, adverb, preposition, conjunction, interjection. 8 എണ്ണമാണ്. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നൗണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നൗണും പ്രോനൗണും അഡ്ജക്റ്റീവും കഴിഞ്ഞിട്ട് വെർബ് നമുക്ക് തുടങ്ങുമ്പോഴാണ് ടെൻസിലേക്കൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഓർഡറിലായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്, ബേസ് മുതൽ അങ്ങനെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നൗണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിയാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ചാനല് ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യണം. ഓക്കെ. താങ്ക് യു.